സിറാജ് ലൈവ് കേരള യാത്ര പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ ആരംഭിക്കുന്നു. സ്വാഗതം. നന്മഴകായി വെൺമുകിലായി കേരളയാത്ര ഇതാ. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. മലപ്പുറത്ത് ജനകീയ വിപ്ലവമായി കാന്തപുരത്തിന്റെ കേരളയാത്ര. വഴിയോരങ്ങളിലുടനീളം ജനബാഹുല്യം. ജനസാഗരമായി അരീക്കോട്ടെ സ്വീകരണ സമ്മേളനം. മലപ്പുറത്തിന്റെ സൗഹൃദ മാതൃക രാജ്യം മാതൃകയാക്കണമെന്ന് കാന്തപുരം ഉസ്താദ്. മനുഷ്യർക്കൊപ്പമെന്നാൽ നല്ല മനുഷ്യർക്കൊപ്പം എന്നാണെന്നും ഉസ്താദ്. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയുടെ കേരളയാത്രയുടെ സന്ദേശം ഫലസ്തീൻ ജനതയോടുള്ള ഐക്യദാർഢ്യമായി കരുതുന്നുവെന്ന് ഫലസ്തീൻ അംബാസിഡർ അബ്ദുള്ള മുഹമ്മദ് അബൂ ഷാവേസ്. ഫലസ്തീൻ ജനതയോടുള്ള കേരളത്തിന്റെ ഐക്യദാർഢ്യത്തിന് നന്ദിയെന്നും അംബാസഡർ. സുന്നികൾ പരസ്പരം ഐക്യത്തിലായി കഴിഞ്ഞുവെന്ന് കേരളയാത്ര ഉപനായകൻ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി. ഐക്യം ഇനിയും വികസിപ്പിക്കാൻ തയ്യാറാണെന്നും ഉസ്താദ്. സിറാജ് ലൈവ് എക്സ്ക്ലൂസീവ്. കേരളയാത്ര 8ാം നാൾ തിരൂരിൽ കാന്തപുരം ഉസ്താദിനെ സ്വീകരിക്കാൻ ഒരുങ്ങി തുഞ്ചന്റെ മണ്ണ്. വാർത്തകളിലേക്ക് വിശദമായി എത്താം. അതിനു മുമ്പ് ഇന്ന് ഞങ്ങളുടെ 2 പ്രതിനിധികൾ ഞങ്ങളോട് ഈ വാർത്തയിൽ ചേരുന്നുണ്ട്. എം ബിജുശങ്കർ സ്വാഗതം. ഷഫീഖ് കാന്തപുരം സ്വാഗതം. ബിജു, ഇന്നിപ്പോ നമ്മൾ മലപ്പുറത്തിന്റെ മണ്ണിലേക്ക് എത്തി. 7ാമത്തെ ദിവസത്തെ യാത്രയാണ്. എന്താണ് മലപ്പുറം മറ്റു സ്വീകരണ കേന്ദ്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു ഇന്നത്തെ സമ്മേളനം? എനിക്ക് വളരെ വ്യത്യസ്തമായി അനുഭവപ്പെട്ടത് ഇന്നത്തെ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ഫലസ്തീൻ അംബാസിഡർ ആണ് എന്നുള്ളതാണ്. അതൊരു ഒരു പ്രതീകമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം മലപ്പുറത്തിന്റെ പാരമ്പര്യം എന്ന് പറയുന്നത് വലിയ സാമ്രാജ്യത്വ വിരുദ്ധ സമരങ്ങളുടെ പാരമ്പര്യമാണ്. ആലി മുസ്ലിയാളെ പോലെ ഉള്ള നിരവധി പോരാളികൾ, നിരവധി ശ്രോതാക്കളുടെ ഒരു മണ്ണാണിത്. നിരവധി രക്തസാക്ഷിത്വങ്ങളുടെ മണ്ണാണ്. അതിന്റെ പാരമ്പര്യം നമ്മൾ ഇപ്പോഴും അതിന്റെ അനന്തരാവകാശികളാണ് ഞങ്ങൾ എന്ന് പൊതുസമൂഹത്തോട് പറയാനുള്ള ഒരു അവസരമായിട്ടാണ് ഈ സമാപന സമ്മേളനത്തെ കണ്ടിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം പലസ്തീൻ അംബാസിഡർ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗം തന്നെ വളരെ കൃത്യമാണ്. ഈ മനുഷ്യനെ തേടിയുള്ള യാത്ര എന്ന് പറയുന്നത് ഞങ്ങൾ കാണുന്നത് ഫലസ്തീൻ ജനതയോടുള്ള ഐക്യദാർഢ്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് എന്നാണ് അദ്ദേഹം പ്രസംഗിച്ചിട്ടുള്ളത്. അത് ലോകത്തെമ്പാടുമുള്ള അടിച്ചമർത്തപ്പെട്ട മനുഷ്യരോട്, ലോകത്തെമ്പാടും അനാഥരാക്കപ്പെട്ട കുഞ്ഞുങ്ങളോട് ഒക്കെയുള്ള വലിയ ഐക്യദാർഢ്യമായിട്ടാണ് ഈ സ്നേഹ സന്ദേശ യാത്രയെ ഞങ്ങൾ കാണുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ സാമ്രാജ്യത്വ വിരുദ്ധ പാരമ്പര്യത്തിന്റെ പോരാട്ടത്തിന്റെ ചരിത്രത്തെ നമ്മൾ വീണ്ടും ഉയർത്തുകയും ഞങ്ങൾ അതിന്റെ യഥാർത്ഥ അവകാശികളാണ്, അതിന്റെ പിന്മുറക്കാരാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു സമ്മേളനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഷഫീഖെ, എങ്ങനെയുണ്ടായിരുന്നു സമ്മേളനം? ആദ്യ വിലയിരുത്തലിൽ നിന്ന് വിജു ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഒഴുകിയെത്തിയ ജനക്കൂട്ടം അത് എടുത്തു പറയാതിരിക്കാൻ കഴിയില്ല. കാരണം അത്രയും വലിയ, നമ്മളിപ്പോ കഴിഞ്ഞ ദിവസം 7 ദിവസത്തോളമായല്ലോ ഈ നമ്മളെ ഈ സഞ്ചാരത്തിന്റെ ഭാഗമായിട്ട്. അപ്പൊ അതിൽ നമുക്ക് എടുത്തു പറയാൻ കഴിയുന്ന ഒരു വൻ ജനക്കൂട്ടത്തെ കണ്ടത് നമ്മുടെ ഈ മലപ്പുറത്തിന്റെ മണ്ണിലാണ്. അപ്പൊ അത് ഒരു ഭാഗം 2 സ്വീകരണ കേന്ദ്രങ്ങളുണ്ട് എങ്കിൽ പോലും അതിന്റെ ഒരു ഭാഗത്ത് ഇത്രയും വലിയൊരു ജനക്കൂട്ടം കാണുക എന്നുള്ളത് ഇപ്പോൾ ഇവിടുത്തെ നാട്ടുകാരൊക്കെ പറയുന്നത് ഇത്രയും വലിയൊരു ആൾക്കൂട്ടത്തെ ഇവിടെ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഏതായിരുന്നാലും വലിയൊരു ചരിത്ര സംഭവമായിട്ട് ഇതിനെ അടയാളപ്പെടുത്തുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇതിലിപ്പോ ഇന്ന് എല്ലാ ദിവസങ്ങളിലും ഓരോ തീമിനെ ആസ്പദമാക്കിയിട്ടാണ് നമ്മുടെ നേതാക്കൾ ഇതിന്റെ സഞ്ചാരത്തിന്റെ ഭാഗമായിട്ട് പത്രസമ്മേളനങ്ങളും അതുപോലെ തന്നെ പ്രമേയ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇതിൽ വിശദീകരിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യം മഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ ഒരു വിഷയമാണ്. മഞ്ചേരി മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് പേരിന് മാത്രം ഒരു മെഡിക്കൽ കോളേജ് എന്നുള്ള അവസ്ഥയിലേക്ക് ആയി എന്നല്ലാതെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതിന്റെ ജില്ലാ ഹോസ്പിറ്റല് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആക്കി ഉയർത്തി എന്നതല്ലാതെ അതിന് അടിസ്ഥാനപരമായിട്ടുള്ള മറ്റു കാര്യങ്ങളിലൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള കാര്യം. അതായത് അതിന്റെ സ്റ്റാഫ് പാറ്റേണുകളില്ല, അതേപോലെ ആവശ്യമായിട്ടുള്ള സ്റ്റാഫിന്റെ എണ്ണമില്ല, അതേപോലെ അടിസ്ഥാനപരമായിട്ടുള്ള മറ്റ് സൗകര്യങ്ങളില്ല, അതിന് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ആരോഗ്യ മേഖലയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ വളരെ ജില്ല അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നമാണ് +2 സീറ്റിന്റെ കാര്യത്തിലുള്ള ഒരു കുറവ് എന്നുള്ളത്. അപ്പൊ ആ കാര്യം ഇന്ന് വളരെ നമ്മുടെ നേതാക്കള് പത്രസമ്മേളനങ്ങളിൽ ഉന്നയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തീരദേശ മേഖലയിലെ വിഷയങ്ങൾ, അതുപോലത്തെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് എന്ന് പറഞ്ഞാൽ ജില്ലയുടെ പുനഃക്രമീകരണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് അത് കൂടുതൽ ആളുകളിലേക്ക് വികസനം എത്തിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു സംവിധാനത്തിലേക്ക് അതിന്റെ ഒരു പുനഃക്രമീകരണം വേണം എന്നുള്ളതാണ് നമ്മുടെ നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ പൊതു താല്പര്യമായിട്ടുള്ള കുറെ കാര്യങ്ങളാണ് ഇന്ന് കേരളയാത്രയുടെ ഭാഗമായിട്ട് ഇന്നിവിടെ ഉന്നയിക്കപ്പെട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ ബിജു, ഇപ്പം മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഇന്നിപ്പം സംഘടന മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതായത് മലപ്പുറം വലിയൊരു ജില്ലയാണ്, വലിയ ജനസംഖ്യയുള്ള ജില്ലയാണ്. പക്ഷെ
മറ്റു പല ജില്ലകൾക്കും കിട്ടുന്നത് പോലെയുള്ള ആനുപാതികമായ ഒരു കാര്യങ്ങളും മലപ്പുറത്തിന് കിട്ടുന്നില്ല. അതൊരു വലിയ വിഷയമായിട്ടുണ്ട്. ആ സമയത്താണ് മുസ്ലിം ജമാഅത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മുന്നോട്ട് വെക്കുന്നത്, ജില്ലയുടെ പുനഃക്രമീകരണം. എങ്ങനെയാണ് ബിജു? തീർച്ചയായിട്ടും മലപ്പുറം ജില്ല വിഭജിക്കണം എന്നുള്ള ഒരു ആശയം നേരത്തെ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നതാണ്. പക്ഷെ ഇന്ന് നമ്മൾ അത് കാണുന്നത് ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു ആശയമാണ് അബ്കാരി തങ്ങൾ ഉൾപ്പെടെയുള്ളവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. മൊത്തം കേരളത്തിലെ ജനസംഖ്യ ജില്ലകൾ പുനഃക്രമീകരിക്കണം എന്ന ആശയമാണ്. അത് പുതിയ ആശയമാണ്. അത് മലപ്പുറം മാത്രമല്ല, മറ്റു ജില്ലകൾക്ക് അത് കേരളത്തിന്റെ എന്ന ആശയമാണ് മുന്നോട്ട് ആവശ്യപ്പെടുന്നത്. അതെ അതെ, തീർച്ചയായിട്ടും. അപ്പം മലപ്പുറം ഉൾപ്പെടെയുള്ള ജില്ലകൾ വിഭജിക്കേണ്ടി വരും. കേരളം മൊത്തം അപ്പം ദേശീയ തലത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ ജില്ലകൾ വിഭജിക്കുന്നതിന്റെ കണക്കുകളൊക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് തങ്ങൾ ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് വലിയൊരു പുതിയ നിർദ്ദേശമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ അതാണ് ഇപ്പം മലപ്പുറത്ത് നേരിടുന്ന വലിയ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പം മലപ്പുറത്തിന് വേണ്ടത്ര രീതിയിലുള്ള വിദ്യാഭ്യാസ മേഖലയിലൊക്കെ ഇപ്പം +2 റിസൾട്ട് ഒക്കെ വന്ന് 10ാം ക്ലാസ് റിസൾട്ട് ഒക്കെ വന്നാലുള്ള വലിയ പ്രശ്നമാണ്. A+ കിട്ടിയ കുട്ടികൾക്ക് പോലും പുറത്തു നിൽക്കേണ്ടി വരുന്ന അവസ്ഥ. പല ജില്ലകളിലും സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്ന സമയത്താണ് മലപ്പുറം ജില്ലയിൽ വേണ്ടത്ര സീറ്റുകൾ ഇല്ലാത്ത അവസ്ഥ. അവിടെ ജില്ല പുനഃക്രമീകരിക്കുക എന്ന് പറയുന്നതിന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്നുള്ളത് തന്നെയാണ്. പിന്നെ ആവശ്യമായിട്ടുള്ള കോളേജുകൾ അനുവദിക്കുക, പിന്നെ അതുപോലെ തന്നെ സീറ്റുകൾ ബാച്ചുകൾ അനുവദിക്കുക. ആരോഗ്യ മേഖലയിലെ പ്രശ്നം തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. ഇപ്പോഴും റഫറൽ ആശുപത്രിയായിട്ടാണ് മെഡിക്കൽ കോളേജ് നിൽക്കുന്നത്. പിന്നെ സംസാരിച്ചപ്പോ പറഞ്ഞു അത് ബോർഡ് മാറ്റി ജില്ലാശുപത്രിയിലുള്ള ബോർഡ് മാറ്റി വെറും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്ന് വെച്ചു. കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് എന്ന് പറയാൻ പോലും പറ്റാവുന്ന ഒരു ജില്ലാ ആശുപത്രിയുടെ ഒരു നിലവാരത്തിലേക്ക് പറയുന്നത്. വർഷങ്ങളായിട്ട് ഇതേ പിന്നെ പ്രശ്നങ്ങൾ നാട്ടുകാർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു മാറ്റം വേണമെന്നുള്ളതാണ് മുസ്ലിം ജമാഅത്ത് ഉൾപ്പെടെയുള്ള പിന്നെ സംഘടനകൾ ഇപ്പം പിന്നെ ഇതിന്റെ ഭാഗമായിട്ട് ചോദ്യങ്ങൾ വന്നപ്പോ നേതാക്കന്മാർ പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ ഇതിവിടെ അവസാനിപ്പിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അതായത് ഈ യാത്ര അവസാനിക്കുന്നതോട് കൂടിയിട്ട് പുതിയൊരു തുടക്കമാണ്. സർക്കാരിന്റെ മുന്നിലേക്ക് വിഷയങ്ങൾ കൊണ്ടുവരും, അതിന് തീരുമാനം എടുക്കുന്നതിൽ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യും എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതാണ്. അപ്പൊ ഇന്ന് അതോടൊപ്പം തന്നെ ഇപ്പൊ മലപ്പുറം ജില്ലയിലേക്ക് യാത്ര ഇന്ന് പ്രവേശിച്ചപ്പോൾ ഞാൻ കണ്ട കുറെ വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ നമ്മളിപ്പോ മലപ്പുറം എന്ന് പറയുമ്പോൾ നമ്മുടെ 4ാമത്തെ 5ാമത്തെ സ്വീകരണ 7ാമത്തെ സ്വീകരണ കേന്ദ്രമാണ്. അതിനിടക്ക് നമ്മള് നീലഗിരിയിലൊന്ന് പോയി അല്ലെ, മറ്റു സ്റ്റേറ്റിൽ പോയി. എല്ലായിടത്തും നല്ല ജനബാഹുല്യമുണ്ട്. പക്ഷെ മലപ്പുറത്തേക്ക് എത്തിയപ്പം യഥാർത്ഥത്തിൽ അതൊരു മഹാസമുദ്രമായിട്ട് മാറുന്നതാണ് കാണുന്നത്. കാരണം നമ്മള് എടക്കരയിൽ നിന്ന് യാത്രയെ സ്വീകരിച്ച് ജില്ലയുടെ അതിർത്തിയിലേക്ക് പ്രവേശിച്ച് യാത്ര ഇങ്ങോട്ട് വരുന്ന വഴികളിലെല്ലാം ജനങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്, ബാനർ പിടിച്ചിട്ട് കാന്തപുരം ഉസ്താദിനെ കാത്തു നിൽക്കുക. ഒരു ഇന്ത്യയുടെ ഒരു വലിയ സുൽത്താൻ എന്നൊരു പട്ടം തന്നെ കാന്തപുരം ഉസ്താദിന് ലഭിക്കുകയാണ്. അപ്പൊ ഉസ്താദിന്റെ ഉപനായകരുമാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അതില് വളരെ കൗതുകകരമായിട്ട് ഉസ്താദ് ഉയർത്തിപ്പിടിച്ച വേറൊരു കാര്യം പ്രസംഗത്തിൽ ഉസ്താദ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, അതായത് ഉസ്താദിന്റെ പ്രസംഗത്തിൽ വളരെ പിന്നെ പ്രത്യേകമായിട്ട് ചൂണ്ടിക്കാട്ടാനുള്ളത് പിന്നെ മലപ്പുറം ജില്ലയെ മാതൃകയാക്കണം എന്നുള്ളൊരു സന്ദേശം, രാജ്യം മാതൃകയാക്കണം എന്നുള്ള സന്ദേശമാണ് ഉസ്താദ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതില് പിന്നെ വർഗീയതക്കെതിരായിട്ടുള്ള കാര്യങ്ങൾ ഉസ്താദ് സംസാരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ജില്ലയിലെ മതസൗഹാർദ്ദത്തിന്റെ ഒരു മഹിതമായുള്ള സന്ദേശം എല്ലാവരും ഉൾക്കൊള്ളണം എന്നുള്ള ഒരു കാര്യമാണ് ഉസ്താദ് എടുത്തു പറഞ്ഞിട്ടുള്ളത്. ഞാൻ കോഴിക്കോട്ടുകാരനല്ല, ഞാനവിടെ താമസിച്ചാണ്. വരുമ്പോൾ പലതും പറഞ്ഞിരുന്നു, മലപ്പുറത്ത് പോയി ജീവിക്കുകയാണ് ബുദ്ധിമുട്ടല്ലേ എന്നൊക്കെ പറഞ്ഞിരുന്നു. 40 വർഷം കൊണ്ട് മലപ്പുറത്തേക്ക് വരുന്ന പല തെക്ക് കേരളത്തിലേക്ക് വരുന്ന ഉദ്യോഗസ്ഥരൊക്കെ എപ്പോഴും മലപ്പുറത്ത് പോകുമ്പോൾ അവർക്ക് സങ്കടം. അവരുടെ നാട്ടിലേക്ക് ട്രാൻസ്ഫർ കിട്ടിയാൽ പോലും പോകാൻ അവർക്ക് മടിയാണ്. കാരണം മലപ്പുറത്തിന്റെ സ്നേഹവും ഞാനൊരു കാര്യം കൂടി പറയാട്ടോ. അപ്പൊ നമ്മളിപ്പോ 7 ദിവസത്തെ സഞ്ചാരത്തിന്റെ ഇടയ്ക്ക് ഈ സംഘടനയുടെ ഒരു ആതിഥ്യ മര്യാദ കൂടി നമ്മൾ കണ്ടു അല്ലേ. പലയിടങ്ങളിലും വളരെ നല്ല സൗകര്യങ്ങളാണ്. ഭക്ഷണം കഴിച്ചോ നമ്മുടെ ഡ്രൈവർമാരുടെ സംഘമായിട്ട് സംസാരിച്ചു. അപ്പൊ അവര് പറയാണ്, ഞങ്ങൾ പല യാത്രകളിലും വാഹനങ്ങളായിട്ട് പോയിട്ടുണ്ട്. ഇപ്പൊ അടുത്ത് നടന്ന യാത്രകളിൽ വരെ ഞങ്ങൾ പോയിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ ഇല്ലാത്തൊരു ആതിഥ്യ മര്യാദ, കൃത്യമായിട്ട് അത് കോർഡിനേറ്റ് ചെയ്യാൻ ഒരാള് കൃത്യമായിട്ട് വിളിച്ച് അന്വേഷിക്കുന്നു, നിങ്ങൾ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചു. ഏത് വളണ്ടിയർ പോലും കാണുമ്പോൾ ഭക്ഷണം കഴിച്ചോ എന്നാണ്. അതെ അതെ, അതൊരു ഈ മനുഷ്യർക്കൊപ്പം നിൽക്കുക എന്നുള്ള ഒരു സംഭവം കൂടിയാണ്. നമ്മൾ ആ വിഷയം കാണുകയും ചെയ്തില്ല. നീലഗിരിയിൽ നമ്മള് പ്രയാണം നടത്തിയ സമയത്ത് അവിടെ തേയിലത്തോട്ടത്തിലെ കർഷകരുടെ കൂടെ നിന്നുകൊണ്ടുള്ള അതിന്റെ ഒരു അന്വേഷണവും കാര്യങ്ങളൊക്കെ അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ അവതരിപ്പിക്കുകയൊക്കെ ചെയ്തല്ലോ. അപ്പൊ ഈ രൂപത്തിലുള്ള കുറെ കാര്യങ്ങളാണ് നമ്മളെ യാത്രക്ക് ഉടനീളം കാണുന്നത്. മാത്രമല്ല ഇപ്പൊ സ്നേഹവിരുന്ന് എന്ന് പറഞ്ഞിട്ട് ഒരു സെഷൻ രാവിലെ നടക്കുന്നുണ്ട് എല്ലാ ദിവസവും.
അതിലേക്ക് സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുള്ള ആളുകൾ വരുന്നു. ഇന്ന് നടന്ന സ്നേഹവിരുന്ന് ജനസമ്പുഷ്ടാണ്. കാരണം മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട എല്ലാ കക്ഷികളും അതിനകത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അവരൊക്കെ മുന്നോട്ട് വെക്കുന്ന കുറെ ആശയങ്ങളുണ്ട്. ആ ആശയങ്ങളെ ക്രോഡീകരിച്ച് രാഷ്ട്രീയ പാർട്ടിയോട് സംവദിക്കുന്നതിനേക്കാൾ പ്രതീക്ഷയോടെ ആവേശത്തോടെയാണ് പൊതുസമൂഹം ഈ യോഗത്തിലേക്ക് വരുന്നത്. നിർദ്ദേശങ്ങൾ വളരെ നിർദ്ദേശങ്ങളിലേക്ക് എഴുതി തയ്യാറാക്കി അത് ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുന്ന അതൊരു പ്രത്യേകത. ഇപ്പം വെറുതെ ഒരു സ്റ്റേറ്റ്മെന്റിന് വേണ്ടി സ്റ്റേറ്റ്മെന്റ് നടത്തുവാനുള്ള ഒരു പത്രസമ്മേളനം അല്ല അത് വെൽ സ്റ്റഡീഡ് ആണ്. ഒരു ജില്ലയിലേക്ക് പോകുമ്പോൾ ആ ജില്ലയിലെ പ്രശ്നം എന്താണെന്ന് വളരെ കൃത്യമായിട്ട് പഠിച്ച് അവതരിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് അതിനകത്തുള്ളത് എന്നുള്ളതാണ്. അപ്പൊ നമ്മളിങ്ങനെ കത്തി വെച്ചാല് പ്രേക്ഷകർ ചോദിക്കും വാർത്ത എവിടെയെന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾക്ക് രണ്ടാൾക്കും പോവാം, ഞാൻ വാർത്തയിലേക്ക് പോവാം. അപ്പോൾ വിശദമായ വാർത്തകളിലേക്ക് നമുക്ക് പോവാം. കേരളത്തിന്റെ ആത്മീയ വൈജ്ഞാനിക ഭൂപടത്തിലെ ധ്രുവ നക്ഷത്രം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന 3ാം കേരള യാത്ര മലപ്പുറം ജില്ലയുടെ മണ്ണിൽ പ്രവേശിച്ചതോടെ പ്രയാണം അക്ഷരാർത്ഥത്തിൽ ഒരു ജനകീയ വിപ്ലവമായി മാറി. സമാനതകളില്ലാത്ത വരവേൽപ്പാണ് റാലിക്ക് മലപ്പുറം ജില്ലയിൽ ലഭിച്ചത്. രാവിലെ മലപ്പുറം ഈസ്റ്റ് ജില്ലയുടെ അതിർത്തിയായ എടക്കര പാലാടിൽ വെച്ചാണ് കേരളയാത്രയെ ജില്ലയിലേക്ക് വരവേറ്റത്. അവിടെ നിന്ന് അരീക്കോട് ലക്ഷ്യമാക്കി നീങ്ങിയ വാഹനവ്യൂഹത്തെ വരവേൽക്കാൻ വഴിയോരങ്ങളിലെ ഓരോ കവലകളിലും നൂറുകണക്കിന് ആളുകൾ കാത്തുനിന്നിരുന്നു. പ്രധാന നഗരങ്ങളിലെല്ലാം ഈ കാഴ്ച കണ്ടു. യാത്ര നിലമ്പൂർ കരിമ്പുഴ പാലം കടന്നപ്പോൾ അഭിവാദ്യമർപ്പിക്കാൻ ആര്യാടൻ ഷൗക്കത്ത് MLA അവിടെ കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഷോളണിയിച്ച് യാത്രാ ഉപനായകരായ സയ്യിദ് ഇബ്രാഹിം ഖലീൽ അൽ ബുഖാരി തങ്ങളെയും പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയെയും സ്വീകരിച്ചു. യാത്ര എടവണ്ണയിലെത്തിയപ്പോൾ അഭിവാദ്യമർപ്പിക്കുന്ന മുദ്രാവാക്യം വിളികളുമായി വൻ ജനക്കൂട്ടത്തെയാണ് കണ്ടത്. അവർക്കിടയിൽ കയ്യിൽ ബൊക്കെയും ഉസ്താദുമാർക്കുള്ള ഉപഹാരങ്ങളും പിടിച്ച് ZQവിലെ കുരുന്നുകുട്ടികൾ കാത്തിരുന്നത് ഹൃദ്യമായ അനുഭവമായി. പേരോട് ഉസ്താദ് വാഹനത്തിൽ നിന്നിറങ്ങി ബൊക്കെ സ്വീകരിച്ച് അവരെ തലോടി കുശലം പറഞ്ഞപ്പോൾ അവരും ഹാപ്പി. വൈകുന്നേരം അരീക്കോട് പുത്തലത്ത് നിന്ന് സ്വീകരണ കേന്ദ്രമായ പഞ്ചായത്ത് സ്റ്റേഡിയത്തിലേക്ക് ആരംഭിച്ച റാലി ഒരു ജനസമുദ്രമായി പരിണമിക്കുന്ന കാഴ്ചക്കാണ് സാക്ഷിയായത്. റോഡിൻ്റെ ഇരുവശങ്ങളിലും കെട്ടിടങ്ങൾക്ക് മുകളിലും തടിച്ചുകൂടിയ ജനങ്ങൾ സ്നേഹയാത്രയ്ക്ക് അഭിവാദ്യങ്ങൾ നേർന്നു. സമുദായ ഭേദമന്യേയും രാഷ്ട്രീയ വ്യത്യാസമില്ലാതെയും ജനങ്ങൾ ഈ യാത്രയെ നെഞ്ചേറ്റുന്നത് അരീക്കോട്ട് കണ്ടു. നഗരത്തെ നിശ്ചലമാക്കി യാത്ര അലകടലായി ഒഴുകുകയായിരുന്നു. അരീക്കോട് ടൗണിൽ വെച്ച് കാന്തപുരം ഉസ്താദിനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് കോൺഗ്രസ് CPM പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചതോടെ മനുഷ്യർക്കൊപ്പം എന്ന യാത്രയുടെ സന്ദേശം അന്വർത്ഥമായി. രാഷ്ട്രീയ വൈരങ്ങൾക്കപ്പുറം ഒരു നാട് മുഴുവൻ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വെളിച്ചമായി ഈ യാത്രയെ ഏറ്റുവാങ്ങി. മഞ്ഞുമലകളും തേയിലത്തോട്ടങ്ങളും പിന്നിട്ട് മലബാറിൻ്റെ സിരാകേന്ദ്രമായ മലപ്പുറത്തേക്ക് പ്രവേശിച്ച യാത്ര അങ്ങനെ മനുഷ്യസ്നേഹത്തിൻ്റെ പുതിയൊരു ചരിത്രം രചിക്കുകയായിരുന്നു. അരീക്കോട് പഞ്ചായത്ത് സ്റ്റേഡിയത്തിലെ PK മുഹമ്മദ് മീരാൻ മുസ്ലിയാർ നഗറിൽ നടന്ന സ്വീകരണ സമ്മേളനത്തിൽ ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തിയാണ് കാന്തപുരം ഉസ്താദ് സംസാരിച്ചത്. മലപ്പുറത്തിൻ്റെ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലെ അവഗണനകൾക്കെതിരെയും ജില്ലയുടെ പുനഃക്രമീകരണത്തിനായുമുള്ള ശക്തമായ ആവശ്യങ്ങൾ യാത്ര ഉയർത്തി. ഒരു ആത്മീയ നേതാവ് നയിക്കുന്ന കേരളയാത്ര എന്നതിലുപരി സാധാരണക്കാരൻ്റെ അവകാശങ്ങൾക്കും സാമൂഹിക നീതിക്കും വേണ്ടിയുള്ള വൻ മുന്നേറ്റമായി ഈ യാത്ര മാറിയിരിക്കുകയാണ്. മലപ്പുറം നൽകിയ ഈ ഐതിഹാസികമായ വരവേൽപ്പ് കേരളയാത്രയുടെ ചരിത്രത്തിലെ തന്നെ സുവർണ അധ്യായമായി രേഖപ്പെടുത്തുമെന്നതിൽ ഒരു സംശയവുമില്ല. സാമൂഹിക സുരക്ഷിതത്വത്തിനും ശോഭനമായ ഭാവിക്കും മലപ്പുറത്തിന്റെ സൗഹൃദ മാതൃക രാജ്യം മാതൃകയാക്കണമെന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ കേരള മുസ്ലിം ജമാഅത്ത് നയിക്കുന്ന കേരളയാത്രയ്ക്ക് അരീക്കോട് നൽകിയ ഉജ്ജ്വല സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മനുഷ്യർക്കൊപ്പം എന്ന സന്ദേശത്തിന്റെ അർത്ഥം നല്ല മനുഷ്യർക്കൊപ്പം എന്നാണെന്നും ഉസ്താദ് പറഞ്ഞു. നാം മനുഷ്യർക്കൊപ്പം എന്ന് പറഞ്ഞാൽ നല്ല മനുഷ്യർക്കൊപ്പം എന്ന് നിങ്ങളൊക്കെ മനസ്സിലാക്കണം. നല്ല മനുഷ്യരുടെ കൂടെ നാം എപ്പോൾ ആകുന്നുവോ അപ്പോൾ നമ്മൾ നന്നാകും. അതാണ് ഇപ്പോൾ ഇവിടെ നിങ്ങൾ കേട്ട ഒരു കഷ്ണം. വൽഹിഖ്നി ബിസ്സാലിഹീൻ എന്ന് സി മുഹമ്മദ് ഫൈദി പ്രസംഗിച്ചപ്പോൾ നിങ്ങളെ കേൾപ്പിച്ചത് ഒരായത്തിൻ്റെ കഷ്ണം. വൽഹിഖ്നി ബിസ്സാലിഹീൻ, എന്നെ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കണമേ അല്ലാഹ് എന്ന് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്യുകയും അത് നമുക്ക് അല്ലാഹു പഠിപ്പിച്ചു തരികയും ചെയ്തു.
നമ്മളെപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. സജ്ജനങ്ങളോട് കൂടെ ഞങ്ങളെ ചേർക്കണം. അപ്പോൾ മനുഷ്യർക്കൊപ്പം എന്ന ഈ ഒരു മുദ്രാവാക്യം കേരള മുസ്ലിം ജമാഅത്ത് വിവരമില്ലാതെ ഉണ്ടാക്കിയതല്ല. മലപ്പുറത്തെക്കുറിച്ച് നിലനിൽക്കുന്ന തെറ്റായ മുൻവിധികളും വ്യാജപ്രചാരണങ്ങളും തിരുത്തപ്പെടണം. ജാതിയോ മതമോ നോക്കാതെ മനുഷ്യരെ ചേർത്തുപിടിക്കുന്ന ഈ നാടിനെ അപഹസിക്കുന്നവർ യഥാർത്ഥത്തിൽ നാടിൻ്റെ സൗഹൃദത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരാണെന്നും കാന്തപുരം ഉസ്താദ് കൂട്ടിച്ചേർത്തു. മലപ്പുറത്തെ ഭീകരമായി ചിത്രീകരിക്കുകയും അപഹസിക്കുകയും ഇവിടുത്തുകാരെ ഇകഴ്ത്തുകയും ചെയ്യുമ്പോൾ അതിനെയെല്ലാം സഹിക്കുകയും വിവേകത്തോടെ സമീപിക്കുകയും ചെയ്യുന്ന പാരമ്പര്യം മലപ്പുറത്തിനുണ്ട്. ഈ നാടിനെ നേരിട്ട് അനുഭവിച്ചവർക്കൊക്കെ അറിയാവുന്ന കാര്യമാണതെന്നും കാന്തപുരം ഉസ്താദ് കൂട്ടിച്ചേർത്തു. ജനസംഖ്യാപരമായ മാറ്റങ്ങളും ഭരണ സൗകര്യവും പരിഗണിച്ച് മലപ്പുറം ജില്ല പുനഃക്രമീകരിക്കണമെന്ന് കേരള യാത്ര ആവശ്യപ്പെട്ടു. യാത്രയുടെ ഭാഗമായി മലപ്പുറത്ത് നടന്ന വാർത്താ സമ്മേളനത്തിലാണ് കേരള മുസ്ലിം ജമാഅത്ത് നേതാക്കൾ ഈ ആവശ്യം മുന്നോട്ട് വെച്ചത്. ജില്ലകളെ പുനഃക്രമീകരിക്കുന്നത് റവന്യൂ സൗകര്യങ്ങൾക്ക് വേണ്ടിയാണെന്നും അതിനെ മതപരമായ കണ്ണിലൂടെ കാണുന്നത് തെറ്റായ പ്രവണതയാണെന്നും നേതാക്കൾ പറഞ്ഞു. ജില്ലയുടെ ആരോഗ്യ മേഖലയിലെ അവഗണന അവസാനിപ്പിക്കണമെന്നതാണ് യാത്ര മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു പ്രധാന നിർദ്ദേശം. മഞ്ചേരി മെഡിക്കൽ കോളേജിനെ വെറുമൊരു റഫറൽ കേന്ദ്രമായി നിലനിർത്താതെ ആവശ്യമായ ജീവനക്കാരെയും ആധുനിക ലാബ് സൗകര്യങ്ങളും ഉറപ്പാക്കി പൂർണ്ണ സജ്ജമാക്കണം. തിരൂർ ജില്ലാ ആശുപത്രിയിലെ അർബുദ ചികിത്സാ കേന്ദ്രം പ്രഖ്യാപിച്ചതുപോലെ അർബുദ ചികിത്സയ്ക്കായി മാത്രം മാറ്റിവെക്കണം. +1 സീറ്റ് പ്രതിസന്ധിയും വിദ്യാലയങ്ങളുടെ കുറവും പരിഹരിച്ച് വിദ്യാഭ്യാസ രംഗത്തെ പ്രാദേശിക അസന്തുലിതാവസ്ഥ ഇല്ലാതാക്കണമെന്നും നിർദ്ദേശമുണ്ട്. മലയാളം സർവകലാശാല സ്വന്തം കെട്ടിടത്തിലേക്ക് മാറ്റുക, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ഓഫ് ക്യാമ്പസ് സെന്ററിന് ആവശ്യമായ ഫണ്ട് അനുവദിച്ച് വികസിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചു. പൊന്നാനി മുതൽ കടലുണ്ടി വരെയുള്ള തീരദേശ വികസനം, കടലാക്രമണത്തിന് ശാശ്വത പരിഹാരം, മലയോര മേഖലയിലെ വന്യജീവി ശല്യം തടയൽ എന്നിവയ്ക്കായി പ്രത്യേക പാക്കേജുകൾ വേണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി, പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി, വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി, കൂറ്റമ്പാർ അബ്ദുറഹ്മാൻ ദാരിമി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മലപ്പുറം ജില്ല പുനഃക്രമീകരണം വാസ്തവത്തിൽ ഇത് മലപ്പുറം ജില്ലയുടെ മാത്രം പ്രശ്നമല്ല. നമ്മുടെ ജില്ലകൾ രൂപീകരിക്കപ്പെട്ട് 5 പതിറ്റാണ്ടിലേറെയായി ഈ കാലയളവിൽ ഉണ്ടായ ജനസംഖ്യാപരമായ മാറ്റങ്ങളും സാമൂഹ്യാവസ്ഥയും പരിഗണിച്ച് കേരളത്തിലെ ചില ജില്ലകളിലെങ്കിലും പുനഃസംഘടന ആവശ്യമാണ്. ജില്ലാ വിഭജനം എന്നത് റവന്യൂ സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്, അല്ലാതെ അത് ഫെഡറൽ സംവിധാനത്തിൻ്റെ ലംഘനമല്ല. ജില്ലകളെ പുനഃക്രമീകരിക്കുന്നത് മതപരമായ കണ്ണിലൂടെ കാണുന്നത് തെറ്റായ പ്രവണതയാണ്. മുമ്പ് ചീഫ് സെക്രട്ടറി ആയിരുന്ന ബാബു പോളിൻ്റെ കാലത്ത് മൂവാറ്റുപുഴ ജില്ല എന്ന ആശയം ഉയർന്നു വന്നത് ഓർക്കുകയാണ്. കേരളത്തിലെ മുഴുവൻ ജില്ലകളുടെയും ജനസംഖ്യാപരവും ഭൂമിശാസ്ത്രവുപരമായ അവസ്ഥകൾ സൂക്ഷ്മമായി പഠിച്ചുകൊണ്ടുള്ള ഒരു പുനഃസംഘടനയാണ് വേണ്ടത്. ഇതിന് അനിവാര്യമായ ഒരു പൊതു ചർച്ച കേരളത്തിൽ ഉയർന്നു വരേണ്ടതുണ്ട്. പ്രത്യേകിച്ച് മലപ്പുറത്തെക്കുറിച്ചുള്ള മതപരമായ മുൻവിധികൾ തിരുത്തപ്പെടേണ്ടത് അത്യാവശ്യമാണ്. മനുഷ്യത്വത്തെ തേടിയുള്ള ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയുടെ കേരള യാത്രയുടെ സന്ദേശം ഫലസ്തീൻ ജനതയോടുള്ള ഐക്യദാർഢ്യം കൂടിയായി കരുതുന്നതായി ഫലസ്തീൻ അംബാസിഡർ അബ്ദുള്ള മുഹമ്മദ് അബു ഷാവേസ് പറഞ്ഞു. അരീക്കോട്ടെ കേരള യാത്ര സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. എല്ലാ ഭീകരതക്കും ഇരയാക്കുന്ന മനുഷ്യരോടുള്ള ഐക്യപ്പെടലാണിത്. കേരളം പുലർത്തുന്ന ഉയർന്ന മാനവിക ബോധത്തിനോടും ഫലസ്തീൻ ജനതയോട് പുലർത്തുന്ന ഐക്യദാർഢ്യത്തോടും എന്നും തങ്ങൾ നന്ദിയുള്ളവരായിരിക്കും. മനുഷ്യത്വത്തിൻ്റെ ലംഘനം നടക്കുന്ന ഇടങ്ങളിൽ ഇത്തരം ശബ്ദങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ടെന്നും കേരളത്തിൻ്റെ ഈ സന്ദേശം ഭൗമരാഷ്ട്രീയത്തിൽ വളരെ പ്രധാനമുള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞു. To stand with the humanity mean refusing indifference. It means believing that every human life has equal value. It means extending compassion beyond borders, religious and politics. For Kerala today, let this message travel far, that humanity is still matter, that conscience still
has a voice, and that solidarity with those whom suffering, like we, the Palestinians, is not weakness. It is the highest form of strength. On behalf of people of Palestine, on behalf of people of Jerusalem, on behalf of people of Bethlehem, on behalf of people of Jenin, Nablus, Gaza, Palestine at large, I thank you. Thank you all for organizing and attending. And thanks this great and this very important gathering. And the great people, and many thanks to great people of Kerala and India at large for choosing to stand with the humanity. And stand with the humanity means stand with Palestine, with the Palestinian just cause. Stand with the humanity is to stand with Gaza, which was slaughtered for 2 years in a row at the hands of the Israeli occupation. Stand with the humanity mean to know more about us in Palestine. We are not numbers. We are a human being. And we want you to know more and more and to listen to us. We have a story that yet you did not know it. ഫാസിസം തേരോട്ടം നടത്തുമ്പോൾ മനുഷ്യർക്കൊപ്പം എന്ന പ്രഖ്യാപനം വലിയ പ്രതിരോധമാണെന്ന് ആര്യാടൻ ഷൗക്കത്ത് MLA പറഞ്ഞു. ചില കേന്ദ്രങ്ങൾ വർഗീയത പ്രചരിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് കാന്തപുരം ഞങ്ങൾ മനുഷ്യർക്കൊപ്പമാണ് എന്ന് പ്രഖ്യാപിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൃത്യമായി പറഞ്ഞാൽ കാന്തപുരം ഉസ്താദ് മനുഷ്യർക്കൊപ്പം, മാനവികതക്കൊപ്പം, ഹ്യൂമാനിറ്റിക്ക് വേണ്ടി ഈ നടത്തുന്ന യാത്ര, ഈ വർത്തമാനകാലത്ത് ഇസ്ലാമിൻ്റെ യഥാർത്ഥമായ സന്ദേശം, ഈ വർത്തമാനകാലത്ത് ഏറ്റവും പ്രസക്തമായി പ്രാധാന്യമുള്ള ഈ സന്ദേശം നൽകുന്നതിന് വേണ്ടിയാണ്. കാന്തപുരം ഉസ്താദിൻ്റെ എല്ലാ അനാരോഗ്യ പ്രശ്നങ്ങളും അവഗണിച്ചുകൊണ്ട് നടത്തുന്ന ഉസ്താദിൻ്റെ യാത്ര, അത് ജനങ്ങളോട് സംവേദിക്കുന്നത് ഏറ്റവും ഇന്ന് വർത്തമാനകാലത്ത് പ്രസക്തമായ കാര്യമാണ്. ഇവിടെ വർഗീയത പ്രചരിപ്പിക്കുന്നവരോട് കാന്തപുരം ഉസ്താദിന് പറയാനുള്ളത് ഞങ്ങൾ മനുഷ്യർക്കൊപ്പമാണ്. ഇവിടെ കൂടുതൽ ഈ പറയുന്ന രൂപത്തിൽ ആരാധനാലയങ്ങളുടെ അടിത്തറ ഇളക്കാൻ ശ്രമിക്കുന്നവരോട് കാന്തപുരം ഉസ്താദിന് പറയാനുള്ളത് ഞങ്ങൾ മനുഷ്യർക്കൊപ്പമാണ്. ക്രൂരമായി ഗാസയിൽ പീഡിപ്പിക്കപ്പെടുന്ന ജനങ്ങൾ കൂടുതൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ, അവിടെ ലക്ഷക്കണക്കിന് ആളുകൾ നിഷ്കാസനം ചെയ്യുമ്പോൾ, അവർ നിഗ്രഹിക്കപ്പെടുമ്പോൾ, അവർ കൂട്ടമായി ആക്രമിക്കപ്പെടുമ്പോൾ, അവർ കൊല ചെയ്യപ്പെടുമ്പോൾ കാന്തപുരം ഉസ്താദ് പറയുന്നു ഞങ്ങൾ മനുഷ്യർക്കൊപ്പമാണ്. ഇത്രമാത്രം വർത്തമാനകാല പ്രാധാന്യം അതാണ്. അതുകൊണ്ട് തന്നെ എന്നും മനുഷ്യർക്കൊപ്പം നിൽക്കുന്ന, പ്രത്യേകിച്ചും കാന്തപുരം ഉസ്താദ് ഏത് രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ കാന്തപുരം ഉസ്താദിനും കേരള മുസ്ലിം ജമാഅത്തിനും പറയാനുള്ളത് ഞങ്ങൾ മനുഷ്യർക്കൊപ്പമാണ് എന്നതാണ്. എന്നോട് എൻ്റെ പിതാവ് എപ്പോഴും പറയാറുണ്ട്, എന്ത് നല്ല കാര്യത്തിന് നീ മുതിരുകയാണെങ്കിലും നീ ആദ്യം പോയി ആശീർവാദം വാങ്ങേണ്ടത് കാന്തപുരം ഉസ്താദിന്റെ അടുക്കലാണ് എന്ന് എന്നോട് എൻ്റെ പിതാവ് പറയാറുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോഴും ഞാൻ ആദ്യം പോയി അനുഗ്രഹം വാങ്ങിയത് മറ്റാരോടുമല്ല, കാന്തപുരം ഉസ്താദിന്റെ അനുഗ്രഹമാണ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഈ മനുഷ്യർക്കൊപ്പമുള്ള ഈ മുദ്രാവാക്യം, മാനവികതയ്ക്ക് വേണ്ടിയുള്ള മുദ്രാവാക്യം, ഈ മുദ്രാവാക്യവുമായി കേരള മുസ്ലിം ജമാഅത്ത് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ കൂടെ ചേർന്ന് നിൽക്കാൻ നിങ്ങൾ മാത്രമല്ല ഞങ്ങളൊക്കെയുണ്ട്, ആര്യാടൻ ഷൗക്കത്തും കൂടെയുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. സമൂഹത്തിൽ ഇരുട്ട് പടർത്താനുള്ള ശ്രമം നടക്കുമ്പോൾ വെളിച്ചത്തിന്റെയും മനുഷ്യ സ്നേഹത്തിന്റെയും വഴിയാണ് കാന്തപുരം ഉസ്താദ് തുറന്നിട്ടിരിക്കുന്നതെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ പറഞ്ഞു. എല്ലാ മതവിഭാഗങ്ങളും കൈകോർത്ത് പോരാടി നേടിയതാണ് നമ്മുടെ സ്വാതന്ത്ര്യം. സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിൽ വലിയ അധ്യായം എഴുതിച്ചേർത്ത് ഏറനാട്ടിന്റെ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്ന സന്ദേശമാണ് കാന്തപുരം ഉസ്താദ് ഈ യാത്രയിൽ മുന്നോട്ട് വെക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കാന്തപുരം ഉസ്താദ് ഞാൻ ഇടക്കിടക്ക് കാണുന്ന ഒരാളാണ്. ഇടക്കിടക്ക് കാണുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇത്തവണ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ വളരെ വളരെ അത്ഭുതത്തോടു കൂടിയാണ് അത് കേട്ടത്. കാരണം
അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രയാസങ്ങൾ, അദ്ദേഹത്തിൻ്റെ ശാരീരിക പ്രയാസങ്ങൾ പല സന്ദർഭങ്ങളിലും നേരിട്ട് കണ്ടിട്ടുണ്ട്. അത്തരം പല സന്ദർഭങ്ങളിലും ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കരുത്ത്, അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് എന്ത് പരിമിതി ഉണ്ടായാലും നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ വലിയ കരുത്തോടുകൂടി, ഒരിക്കലും ഒരു പ്രയാസമില്ലാതെ നല്ല ആത്മവിശ്വാസത്തോടു കൂടി ഇത്തരം പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴും നമ്മുടെ സമൂഹം ഏറ്റവും കൂടുതൽ മാനുഷികമായ മൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം ശക്തിപ്പെടുത്തേണ്ട ഒരു സന്ദർഭത്തിൽ കേരളീയ മനസ്സിനെ കാലുഷ്യത്തിൽ നകറ്റുന്ന മനുഷ്യ മഹാനന്മയുടെ ഈ രാജവഴികൾ തുറന്നു വെക്കുന്നതിന് വേണ്ടി ഈ പ്രായത്തിലും അദ്ദേഹം എടുത്ത മുൻകൈയിനെ, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ എടുത്ത മുൻകൈയിനെ വളരെ നല്ല നിലയിൽ അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. ജനലക്ഷങ്ങളുടെ പ്രാർത്ഥനയാണ് വീണ്ടും ഒരു കേരള യാത്രയ്ക്ക് കാന്തപുരം ഉസ്താദിനെ സജ്ജമാക്കിയതെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഹാജി പറഞ്ഞു. പരസ്പരം മുഖം തിരിക്കാനും കൈ പിൻവലിക്കാനും ശ്രമിക്കുന്ന കാലത്തിന് ഭിന്നിച്ചു നിൽക്കുന്നവരെ ഐക്യപ്പെടുത്താനുള്ള യാത്രയാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രിയപ്പെട്ട ആദരണീയനായ സുൽത്താൻ ഉലമയുടെ കേരള യാത്ര, ഞാൻ ഈ അരീക്കോടിൻ്റെ ഒരു ജനപ്രതിനിധിയാണ്. ഇനിയൊരു മൈതാൻ ഈ അരീക്കോടിന് നിങ്ങൾക്ക് വേണ്ടി നൽകാനില്ല. ഈ മൈതാൻ ഇതാ നിറഞ്ഞ സാഗരമായി ഇനി ഇങ്ങോട്ട് കടക്കാൻ കഴിയാത്ത രീതിയിലായിരിക്കുന്നു. എന്തൊരത്ഭുതമാണിത്! എവിടെയാണ് ഇങ്ങനെ ഒരു സംഘത്തെ എങ്ങനെയാണ് ഇങ്ങനെ വളർത്തിക്കൊണ്ടുവന്നത്? നന്മയുടെ പാതയിലേക്ക് ഈ ഒരു വലിയ സംഘശക്തിയെ നയിച്ച് നേതൃത്വം കൊടുത്തവർ. ഞാൻ ഏകദേശം 9 മാസങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട ഉസ്താദിനെ കാണാൻ പോയിരുന്നു. ആ മനുഷ്യനെ കണ്ടു, ദുആ ചെയ്തു. അദ്ദേഹത്തിൻ്റെ മനസ്സ് മുഴുവൻ ഐക്യത്തിൻ്റെതായിരുന്നു. അത് വാക്കുകളിലൂടെ തന്നെ പ്രകടിപ്പിച്ചു. ആ മനുഷ്യൻ വർഷങ്ങൾക്ക് മുമ്പ് ഒരു വലിയ രോഗബാധിതനായി ആശുപത്രിയിലേക്ക് കിടക്കയിലേക്ക് പോയപ്പോൾ ഞങ്ങളുടെ നായകൻ, മുസ്ലിം ഉമ്മത്തിന്റെ നായകൻ സയ്യിദുൽ ഉമ്മ ബഹുമാനപ്പെട്ട സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ഓടിയെത്തിയ ആശുപത്രി കിടക്കയിലേക്ക്. അവിടെ നിന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. ഉമ്മത്തിനോട് പറഞ്ഞു, എല്ലാ പള്ളികളിലും നിങ്ങൾ പ്രാർത്ഥിക്കണേ, സുൽത്താൻ ഉലമയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, അദ്ദേഹത്തിന്റെ ജീവൻ തിരിച്ചു നൽകാൻ പ്രാർത്ഥിക്കണമെന്ന് എല്ലാവരും പിടയുന്ന ഹൃദയത്തോടെ, നിറയുന്ന കണ്ണുകളോടെ പ്രാർത്ഥിച്ചു. അള്ളാഹു തിരിച്ചു നൽകിയത് ഈ സമൂഹത്തിനാണ്. അതാണ് നിമിഷപ്രയിലൂടെ നമ്മൾ കണ്ടത്. ഈ നന്മയുടെ പാതയിൽ നമ്മൾ കണ്ടത് അങ്ങനെയാണ്. 2 രാജ്യങ്ങൾ തമ്മിൽ നയതന്ത്രപരമായി നടക്കാത്തത് ആ വാക്കിന്റെ ഊക്കുകൊണ്ട് നടന്നത് ലോകം സാക്ഷിയായി. കാന്തപുരം ഉസ്താദിന്റെ ഈ ജൈത്രയാത്ര കേരളത്തിന്റെ പരിവർത്തന യാത്രയായിരിക്കുമെന്ന് DCC പ്രസിഡന്റ് VS ജോയ് പറഞ്ഞു. മനുഷ്യത്വത്തിന് വേണ്ടി ഇങ്ങനെയൊരു യാത്ര നടത്താൻ കാന്തപുരത്തെ പോലെ അർഹനായി മറ്റൊരാളില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരള യാത്രയുടെ നായകനെ കാണാൻ, അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ, അദ്ദേഹത്തിൻ്റെ ഒരു വാക്ക് കേൾക്കാൻ പതിനായിരങ്ങളാണ് ഈ അരീക്കോട് അങ്ങാടിയിലേക്ക് ഒഴുകിയെത്തിയത്. ഈ ജാഥ മനുഷ്യർക്കൊപ്പം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച ജാഥ അക്ഷരാർത്ഥത്തിൽ ഒരു മനുഷ്യ പ്രവാഹമായി മാറിയിരിക്കുകയാണ്. നമുക്കറിയാം, 2012 ഇതുപോലെ AP ഉസ്താദ് കാസർഗോഡ് നിന്ന് ഒരു ജാഥ ആരംഭിച്ച് ആ ജാഥ ഈ കേരളത്തിൽ മലപ്പുറത്തുകൂടെ, മലബാറിലൂടെ, കേരളത്തിലൂടെ പ്രയാണം ആരംഭിച്ച് തിരുവനന്തപുരത്ത് ആ ജാഥ സമാപിച്ചപ്പോൾ വലിയ ഒരു സാമൂഹിക പരിവർത്തനം കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ആ കേരള യാത്രയ്ക്ക് കഴിഞ്ഞിരുന്നു. കലാപത്തിൻ്റെയും കാലുഷ്യത്തിൻ്റെയും അക്രമത്തിൻ്റെയും അടിച്ചമർത്തലിൻ്റെയും വാർത്തകൾ പുറത്തു വന്ന ആ കലുഷിതമായ കാലഘട്ടത്തിൽ സമാധാനത്തിൻ്റെ മാലാഖയായി ഒരു വെള്ളരിപ്രാവിനെ പോലെ പ്രിയപ്പെട്ട ഉസ്താദ് നടത്തിയ യാത്ര വലിയ ഒരു മാറ്റം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ ഉണ്ടാക്കിയെടുത്തു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പ്രിയപ്പെട്ട ഉസ്താദ് നയിക്കുന്ന ഈ 2ാമത്തെ യാത്ര തീർച്ചയായും മനുഷ്യത്വം മരവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ജാഥ കേരളത്തിലൂടെ കടന്നു പോകുന്നത്. ഇത് ജനുവരി മാസം 1-ാം തീയതി ആരംഭിച്ച ഈ ജാഥ കന്നഡയും കൈരളിയും കൈകോർത്ത് പിടിക്കുന്ന കാസർഗോഡിൻ്റെ മണ്ണിൽ നിന്ന് ആരംഭിച്ച് തറികളുടെയും തിറകളുടെയും നാടായ കണ്ണൂരിൻ്റെ മണ്ണിനെ കീഴടക്കി കുഞ്ഞാലി മരക്കാരുടെ വീരസ്മരണകൾ ഉറങ്ങുന്ന കോഴിക്കോടിൻ്റെ മണ്ണിലൂടെ കടന്നുവന്ന്
പഴശ്ശിയുടെ പടയോട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച വയനാടൻ മനസ്സിനെ കീഴടക്കി, മഞ്ഞ് പെയ്യുന്ന നീലഗിരി താഴ്വരകളെ കീഴടക്കി, ഈ മലപ്പുറത്തിന്റെ മണ്ണിലേക്ക് മാപ്പിളപ്പാട്ടിന്റെ ഗന്ധവും മൈലാഞ്ചിയുടെ സുഗന്ധവും പേറുന്ന നമ്മുടെ ഈ മലപ്പുറത്തിന്റെ മണ്ണിലേക്ക് ഈ ജാഥ കടന്നു വന്ന് ഇനി ഈ ജാഥ 16-ാം തീയതി പുത്തരിക്കണ്ടത്ത് സമാപിക്കുമ്പോൾ ഇത് കേരള യാത്ര ഒരു ജൈത്ര യാത്രയായി മാറും. ഇതൊരു പരിവർത്തന യാത്രയായി മാറും. ഇത് കേരളത്തെ മോചിപ്പിക്കുന്ന, വലിയ മാറ്റം കൊണ്ടുവരുന്ന, മനുഷ്യത്വം ഉയർത്തിപ്പിടിക്കുന്ന ഒരു തീർത്ഥയാത്രയായി ഈ യാത്ര മാറുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ചിന്തകൾക്ക് തിരികൊളുത്തുകയാണ് കാന്തപുരം ഉസ്താദ് ചെയ്യുന്നതെന്ന് AIYF ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് V സഫീർ പറഞ്ഞു. നാട്ടിൻപുറങ്ങളിൽ നിന്നുള്ള മതവിദ്യാർത്ഥികൾക്ക് മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നൽകി ഏത് തലങ്ങളിലേക്കും സമർപ്പിക്കാൻ യോഗ്യരാക്കിയത് കാന്തപുരമാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലും പ്രത്യേകിച്ച് മലബാർ മേഖലയിലെല്ലാം നമ്മുടെ നാടിൻ്റെ പുരോഗതിയിൽ 80കളിലും 90കളിലും ശേഷമുണ്ടായ വലിയ പുരോഗതിക്ക് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് എന്ന ചോദ്യത്തിൻ്റെ ഏറ്റവും പ്രബലമായ ഒന്നാമത്തെ ഉത്തരം അർത്ഥശങ്കക്കടയില്ലാതെ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ കൂടിയാണ് ഞാൻ ഈ വർത്തമാനം പറയുന്നത്. നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ സാധാരണക്കാർ പഠിച്ചിരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് ഇവിടുത്തെ ഉസ്താദുമാരെ മതവിദ്യാഭ്യാസത്തിൻ്റെ കൂടെ ഭൗതിക നിലവാരമുള്ള വിദ്യാഭ്യാസവും നൽകി ഈ സമൂഹത്തിനെയും സമുദായത്തെയും ഏതു തരത്തിലേക്കും അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു വലിയ വിഭാഗമാക്കി മാറ്റുന്നതിൽ വലിയ താല്പര്യം കാണിച്ചത് ഇവിടുത്തെ ആളുകളുടെ മനസ്സിലുള്ള തൊഴിൽ സംസ്കാരങ്ങളെ മാറ്റി ആ തൊഴിൽ സംസ്കാരങ്ങൾക്ക് മുന്നോട്ട് പോക്കുകൾക്ക് ആവേശം നൽകുന്നതിൽ ഇവിടുത്തെ സൗഹാർദ്ദങ്ങൾക്ക്, ഇവിടുത്തെ ഇടപെടലുകൾക്ക്, ഇവിടുത്തെ മനുഷ്യനെ ചേർത്ത് പിടിക്കുന്ന നിലപാടുകൾക്ക്, ആ നിലപാടുകൾക്കെല്ലാം ഒരു പുതിയ മാനം നൽകുവാൻ, അത് ഈ നാടിൻ്റെ എല്ലാവരോടും മുന്നിൽ നോക്കിക്കൊണ്ട് ഇതൊരു നിലപാടാണെന്ന് പ്രഖ്യാപിക്കുവാൻ ഇത്രയും കാലം ഒരു തരത്തിലുമില്ലാത്ത പിന്നോട്ട് പോക്ക് പോലുമില്ലാത്ത ഒരു ഇഞ്ച് പിന്നോട്ട് പോകാത്ത നിലപാട് ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള പ്രസ്ഥാനവും സ്വീകരിച്ചത് ഈ കേരളം ഒരുപാട് തവണകളിൽ നമ്മൾ കണ്ടതാണ്. മനുഷ്യത്വം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലത്ത് മനുഷ്യനെ തേടിയുള്ള ഒരു ആചാര്യ ശ്രേഷ്ഠന്റെ കേരളയാത്ര എല്ലാവരിലും സമാധാനത്തിന്റെ സന്ദേശമാണ് നൽകുന്നതെന്ന് ഓർത്തഡോക്സ് സഭ മുൻ സെക്രട്ടറി ഫാദർ തോമസ് കുര്യൻ താഴയിൽ പറഞ്ഞു. 94 വയസ്സുള്ള ഒരു പണ്ഡിതൻ സ്വന്തം ആരോഗ്യം പരിഗണിക്കാതെ നടത്തുന്ന യാത്രയിൽ എല്ലാവരും കൈകോർത്തു നിൽക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ മീറ്റിങ്ങിലേക്ക് എന്നെ ക്ഷണിച്ചപ്പോൾ ഇവിടെ വരാൻ എനിക്ക് പ്രചോദനം ലഭ്യമായത് ഇതിൻ്റെ മുഖ്യ ചിന്താവിഷയമാണ്. മനുഷ്യർക്കൊപ്പം നമ്മുടെ ഈ കാലത്തിന് ഏറ്റവും അത്യാവശ്യം വേണ്ടതായിട്ടുള്ള ഒരു ചിന്താവിഷയമാണ്. മതങ്ങൾക്കപ്പുറമായി, രാഷ്ട്രീയങ്ങൾക്കപ്പുറമായി മനുഷ്യനെ കരുതുവാനും സ്നേഹിക്കുവാനും കഴിയുന്ന ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുവാനുള്ള ഒരു പ്രയത്നത്തിൻ്റെ തുടക്കമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. വിവിധ ജാതികളും മതങ്ങളും ഇവിടെയുള്ളത് പരസ്പരം കലഹിക്കാനല്ലെന്ന് ജനങ്ങൾ ഉത്ബുദ്ധരാകണമെന്ന് സമസ്ത സെക്രട്ടറി പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ പറഞ്ഞു. എല്ലാ മതക്കാരും അവരവരുടെ മതപരമായ കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം മറ്റുള്ള കാര്യങ്ങളും ചെയ്യുന്ന പാരമ്പര്യമാണ് ഇവിടെയുള്ളത്. പരസ്പരം അടികൂടാനും വിദ്വേഷങ്ങൾ സൃഷ്ടിക്കാനും ഇസ്ലാം പഠിപ്പിക്കുന്നില്ലെന്നും പൊന്മള ഉസ്താദ് വ്യക്തമാക്കി. ഇതുകൊണ്ട് ഉസ്താദും അതേ മനസ്സുള്ള എല്ലാവരും ലക്ഷ്യമാക്കുന്നത് ഒരു സംഗതിയാണ്. രാഷ്ട്രീയ മുതലെടുപ്പോ വേറെ ഏതെങ്കിലും കാഴ്ചപ്പാടുകളൊന്നും അല്ല. മറ്റ് രാജ്യങ്ങളിൽ കാണാത്ത, കേരളത്തിൽ മാത്രം കാണുന്ന ഉത്ബുദ്ധ ജനങ്ങളുടെ ആ പ്രവർത്തന രീതികൾ ഇവിടെ ഒരുപാട് മതങ്ങൾ, ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇതെല്ലാം വെച്ചു പുലർത്തുന്ന ജാതി മതങ്ങളും എല്ലാ സംഗതികളും ഉണ്ടെങ്കിലും ജനങ്ങൾ ഉത്ബുദ്ധരായതുകൊണ്ട് ഒരു പ്രയാസവും കൂടാതെ എല്ലാം നടക്കുന്നു.
കേരളയാത്രയോടനുബന്ധിച്ച് മഞ്ചേരി തുറക്കൽ നടന്ന പൗരപ്രമുഖരുടെ സ്നേഹവിരുന്ന് മനുഷ്യനെ ചേർത്തുപിടിക്കലിന്റെ പ്രകടനമായി മാറി. മനുഷ്യനോട് സംവദിച്ചാണ് കേരളയാത്ര ചലിക്കുന്നതെന്നും മനുഷ്യൻ തന്റെ ചുറ്റുപാടുകളെ ചേർത്ത് പിടിക്കുമ്പോഴാണ് മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നതെന്നും പരിപാടിയിൽ സംസാരിച്ച പൗരപ്രമുഖർ വിലയിരുത്തി. യാത്രാ ഉപനായകൻ സെയ്ദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി, വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി, ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി, കൂറ്റമ്പാർ അബ്ദുറഹ്മാൻ ദാരിമി, റഹ്മത്തുള്ള സക്കാഫി എളമരം, അഡ്വക്കേറ്റ് ടി കെ ഹംസ, ഡോക്ടർ പ്രഭുദാസ്, അഡ്വക്കേറ്റ് റഹ്മത്തുള്ള, പി വി അൻവർ, അഡ്വക്കേറ്റ് ടി പി അഷ്റഫ് അലി, അഡ്വക്കേറ്റ് ഒ കെ തങ്ങൾ, അഡ്വക്കേറ്റ് പി പി ബാലകൃഷ്ണൻ, വല്ലാഞ്ചിറ ഷൗക്കത്ത് അലി തുടങ്ങി സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ 100ഓളം പ്രതിനിധികൾ സ്നേഹവിരുന്നിൽ പങ്കെടുത്തു. ഇനി ഒരിടവേള. ലോകത്തെവിടെ നിന്നും നീറ്റ് JEE എൻട്രൻസ് എക്സാമുകൾക്ക് തയ്യാറെടുക്കാം. ക്രിസാലിസിനൊപ്പം കേരളത്തിലെ എൻട്രൻസ് സ്ഥാപനങ്ങളിൽ ഏറ്റവും മികച്ച സ്ട്രൈക്ക് റേറ്റുള്ള ക്രിസാലിസ് ഇനി നിങ്ങൾക്കൊപ്പം, നിങ്ങളുടെ വിരൽ തുമ്പിൽ. കേരളത്തിലെ പ്രഗത്ഭരായ അധ്യാപകർ കൈകാര്യം ചെയ്യുന്ന പ്രീ റെക്കോർഡഡ് ക്ലാസുകൾ, ലൈവ് ഇന്ററാക്റ്റീവ് സെഷൻസ് ആൻഡ് ഫ്രീ മോക്കപ്പ് എക്സാം. ഇനി എൻട്രൻസ് പഠനം സൂപ്പർ ഈസി. ഓരോ സ്വപ്നവും തുടങ്ങുന്നത് ചെറിയ ചുവടിൽ നിന്നാണ്. നിങ്ങളുടെ ആദ്യ ചുവടുവെപ്പ് ക്രിസാലിസിനൊപ്പം ആവട്ടെ. Chrysalis Learning App. Your quest for excellence ends here. Contact 8086551999. ഇനി സിറാജ് ലൈവിന്റെ ഒരു എക്സ്ക്ലൂസീവ് വാർത്തയാണ്. സുന്നികളിലെ 2 വിഭാഗങ്ങളും പരസ്പരം ഐക്യപ്പെട്ടു കഴിഞ്ഞുവെന്ന് കേരളയാത്ര ഉപനായകൻ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി. ഐക്യം ഇനിയും വികസിപ്പിക്കാൻ തങ്ങൾ തയ്യാറാണെന്നും കേരളയാത്രയ്ക്കിടെ സിറാജ് ലൈവ് എഡിറ്റർ ഇൻചാർജ് സയ്യിദ് അലി ശിഹാബിന് അനുവദിച്ച എക്സ്ക്ലൂസീവ് അഭിമുഖത്തിൽ ഉസ്താദ് വ്യക്തമാക്കി. ആശയപരമായി 2 സുന്നികളും തമ്മിൽ ഒരു അനൈക്യവും ഇപ്പോൾ നിലനിൽക്കുന്നില്ലെന്നും ഉസ്താദ് കൂട്ടിച്ചേർത്തു. ഇപ്പോൾ 2 സംഘടനകളായി സമസ്ത കേരള ജമിയത്തുലമയുടെ 100ാം വാർഷികം കൊണ്ടാടുന്നു എന്ന് പറഞ്ഞാൽ അവർ പരസ്പരം ഐക്യത്തിലാണ് എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. കാരണം സമസ്ത കേരള ജമിയത്തുലമയുടെ ആശയവും സമസ്തയും ആദരിക്കപ്പെടേണ്ടതും അംഗീകരിക്കപ്പെടേണ്ടതുമാണ് എന്നതിൽ 2 സംഘടനകളും ഐക്യത്തിലാണ്. അതുകൊണ്ടാണല്ലോ 2 വിഭാഗവും സമ്മേളനങ്ങൾ നടത്തുന്നത്. അപ്പോൾ ആശയപരമായി ആ വിഷയത്തിൽ അവർ ഐക്യത്തിലായി കഴിഞ്ഞു, തർക്കങ്ങളില്ല. പിന്നെ കുറച്ച് മുമ്പ് കുറച്ച് അസ്വാരസ്യങ്ങളും കുറേ തർക്ക വിതർക്കങ്ങളൊക്കെ ആയി കുറേ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. അത് ഓരോരുത്തരും അവരവരുടേതായ ന്യായവശങ്ങൾ പറയാനൊക്കെ സമയവും കണ്ടെത്തിയിട്ടുണ്ടാവും. അത് സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു സംഗതിയാണ്. അവിടെയും എല്ലാവരും തുല്യരായിക്കൊള്ളണം എന്നില്ല. ചിലരുടെ ശൈലിയും നയവും അതൊന്നായിരിക്കും, വേറെ ചിലരുടെ ശൈലിയും നയം മറ്റൊന്നായിരിക്കും. ഏതായിരുന്നാലും അത് കഴിഞ്ഞ കാല സംഭവങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ സുന്നികൾ ഐക്യത്തിലാണ് എന്നുള്ളതാണ് ശരി. കേരളയാത്രയ്ക്ക് 8ാം ദിനമായ വ്യാഴാഴ്ച തിരൂരിൽ സ്വീകരണം നൽകും. രാവിലെ 9 ഒതുക്കുങ്ങളിൽ മലപ്പുറം വെസ്റ്റ് ജില്ലാ ഭാരവാഹികൾ ചേർന്ന് യാത്രയെ ജില്ലയിലേക്ക് സ്വീകരിക്കും. 11 മണിക്ക് തിരൂരിൽ സ്നേഹവിരുന്ന് നടക്കും. വൈകിട്ട് 5-ന് തിരൂരിലെ വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ നഗരിയിൽ യാത്രക്ക് സ്വീകരണം നൽകും. വെള്ളിയാഴ്ച കേരളയാത്ര പാലക്കാട് ജില്ലയിൽ പ്രവേശിക്കും. ഒറ്റപ്പാലത്താണ് സ്വീകരണം. കേരളയാത്ര അനുഭവങ്ങൾക്ക് പുറമെ മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിൽ ബിദഈ കക്ഷികൾ ഉൾപ്പെടുമോ? കേരള മുസ്ലിം ജമാഅത്ത് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുമോ? സംഘടനയുടെ രാഷ്ട്രീയ ഇടപെടലുകൾ, വെള്ളാപ്പള്ളിയുടെ വർഗീയ പരാമർശം തുടങ്ങി സുപ്രധാന ചോദ്യങ്ങൾക്ക് കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി കൂടിയായ പേരോട് ഉസ്താദ് അഭിമുഖത്തിൽ വ്യക്തമായി മറുപടി നൽകുന്നുണ്ട്. പേരോട് ഉസ്താദിന്റെ ആദ്യ ദൃശ്യമാധ്യമ അഭിമുഖം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് സിറാജ് ലൈവ് സംപ്രേഷണം ചെയ്യും. ഒരിടവേള കൂടി. waytonikah.com, the exclusive Muslim matrimonial site. മലപ്പുറത്ത് ജനകീയ വിപ്ലവമായി കാന്തപുരത്തിന്റെ കേരളയാത്ര. വഴിയോരങ്ങളിലുടനീളം ജനബാഹുല്യം, ജനസാഗരമായി അരീക്കോട്ടെ സ്വീകരണ സമ്മേളനം. മലപ്പുറത്തിന്റെ സൗഹൃദ മാതൃക രാജ്യം മാതൃകയാക്കണമെന്ന് കാന്തപുരം ഉസ്താദ്. മനുഷ്യർക്കൊപ്പമെന്നാൽ നല്ല മനുഷ്യർക്കൊപ്പം എന്നാണെന്നും ഉസ്താദ്. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയുടെ കേരളയാത്രയുടെ സന്ദേശം ഫലസ്തീൻ ജനതയോടുള്ള ഐക്യദാർഢ്യമായി കരുതുന്നുവെന്ന് ഫലസ്തീൻ അംബാസിഡർ അബ്ദുള്ള മുഹമ്മദ് അബൂ ഷാവേസ്. ഫലസ്തീൻ ജനതയോടുള്ള കേരളത്തിന്റെ ഐക്യദാർഢ്യത്തിന് നന്ദിയെന്നും അംബാസഡർ. സുന്നികൾ പരസ്പരം ഐക്യത്തിലായി കഴിഞ്ഞുവെന്ന് കേരളയാത്ര ഉപനായകൻ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി. ഐക്യം ഇനിയും വികസിപ്പിക്കാൻ തയ്യാറാണെന്നും ഉസ്താദ്. സിറാജ് ലൈവ് എക്സ്ക്ലൂസീവ്. കേരളയാത്ര 8ാം നാൾ തിരൂരിൽ കാന്തപുരം ഉസ്താദിനെ സ്വീകരിക്കാൻ ഒരുങ്ങി തുഞ്ചന്റെ മണ്ണ്. അപ്പോൾ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർത്തിയാവുകയാണ്. അപ്പോൾ പതിവ് പോലെ നമുക്കറിയാം നമ്മുടെ കേരളയാത്ര ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഇന്ന് നമ്മൾ മലപ്പുറത്താണ്, നാളെയും മലപ്പുറത്താണ്. ഇന്ന് മലപ്പുറത്തിൻ്റെ സ്നേഹം ആവോളം നുകർന്നിട്ടാണ് നമ്മൾ നാളെ മലപ്പുറത്ത് മറ്റൊരു കേന്ദ്രത്തിലേക്ക് പോകുന്നത്. ഇവിടെ ഇന്ന് ജനസാഗരമായി മഹാസമുദ്രമായി മാറിയെങ്കിൽ അതിനെ കവച്ചു വെക്കുന്ന ഒരു മഹാസമുദ്രം തിരൂരിൽ തീർക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അവിടുത്തെ പ്രവർത്തകർ. എന്തായാലും കേരള യാത്ര മലപ്പുറത്തേക്ക് എത്തുമ്പോൾ കൂടുതൽ ഭംഗിയുള്ളതാകുന്നു എന്നതാണ് ഒരു കാര്യം. അപ്പോൾ ഈ ഭംഗിയുള്ള കേരള യാത്രയുടെ വിശേഷങ്ങൾ കൃത്യമായിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. സിറാജ് ലൈവിൻ്റെ യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഒക്കെ ഇപ്പോൾ തന്നെ അങ്ങ് ഫോളോ ചെയ്ത് കൂടെ കൂടണം. അല്ല എങ്കിൽ കൃത്യമായ റിപ്പോർട്ടുകൾ കൃത്യമായ സമയത്ത് നിങ്ങളിലേക്ക് എത്തില്ല. ഞങ്ങൾ ഓരോ സ്ഥലത്തു നിന്നും എല്ലാ ദിവസവും ഒരല്പം ഡിറൈവ്ഡ് ആണെങ്കിൽ പോലും ഞങ്ങൾ ലൈവ് പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിൽ നിന്നും അവിടേക്ക് പോകുന്ന വഴികളിൽ കാണുന്ന ദൃശ്യങ്ങൾ, അങ്ങനെ ഞങ്ങളുടെ യൂട്യൂബ് നിങ്ങൾക്ക് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കേരള യാത്രയുടെ വലിയൊരു ആൽബമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതിലേക്ക് എല്ലാവരും വരിക, സിറാജ് ലൈവിനോടൊക്കെ ഒപ്പം നിൽക്കുക. അപ്പോൾ സൈൻ ഓഫ് ബൈ സയ്യിദ് അലി ശിഹാബ് വിത്ത് ക്യാമറാമാൻ മുഹമ്മദ് ഷബീർ. നന്മഴകായി വെൺമുകിലായി കേരള യാത്ര ചെയ്താ